നമസ്കാരം സുഹൃത്തുക്കളെ. സനാതന ധർമ്മത്തെ പറ്റി പറയുമ്പോൾ എപ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ചാനൽ അണ്ടറിൽ വന്ന് എല്ലാവരും പല ആളുകളും പറയുന്നുണ്ട്, അമേരിക്കയിൽ ചെണ്ടയും കൊട്ടിക്കൊണ്ട് അമേരിക്കയിൽ മതം മാറ്റാൻ വേണ്ടി കുറെ സായിപ്പുമാരും ഇന്ത്യക്കാരും ഇറങ്ങിയിട്ടുണ്ട്, അവർ അടിച്ചോടിക്കണം ഇന്ത്യയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട്. ആരാണ് ഈ കൂട്ടർ? ഇവരെ പറ്റി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. സ്വാമി ഭക്തിവേദാന്ത സ്വാമി പ്രഭുവാദ ഇന്ത്യയിൽ നിന്ന് 966 ബോസ്റ്റണിലേക്ക് ഒരു കപ്പലിൽ കയറി ഒന്ന് സാധുവായ മനുഷ്യൻ ആരംഭിച്ച ഒരു സംഘടന, ആത്മീയ സംഘടന ഇസ്കോൺ എന്ന് പറയുന്നത്. ഇന്ത്യ ആർഷ ഭാരതം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിലെന്ന് ഓർമ്മ വരുന്നത് ധ്യാനം, യോഗ, പിന്നെ ലളിതമായ ഭക്ഷണ രീതി, മാംസം വർജിക്കുക, അതായത് ലളിതമായ ജീവിത രീതി. ഇതിന്റെ ഒരു പര്യായം അല്ലെങ്കിൽ കൂട്ടമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് എസ്കോണിൽ കൂടെ കാണാൻ സാധിക്കുന്നത്. അമേരിക്കയിൽ 66 അമേരിക്കയിലാണ് ആരംഭിച്ചിരിക്കുന്നത്. പിന്നെ എവിടേക്കാണ് ഈ അടിച്ചോടിക്കുക എന്ന് പറയുന്നത്? ഈ ഇസ്കോൺ ആരംഭിച്ച് ഇന്ന് 100ഓളം രാജ്യങ്ങൾ പ്രസൻസ് ഉള്ള ഇസ്കോൺ എന്ന് പറയുന്ന സംഘടന അല്ലെങ്കിൽ ആത്മീയ സംഘടന അമേരിക്കയ്ക്ക് ഒരു രൂപയുടെ അല്ലെങ്കിൽ ഒരു പൈസയുടെ പോലും ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടില്ല. സംഭാവനകളും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ അമേരിക്കയിൽ ഇന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാത്രമല്ല, തീർച്ചയായും എല്ലാവരും ഉണ്ട്. പക്ഷെ ഈ പറയുന്ന സംഘടനയ്ക്ക് തീർച്ചയായിട്ടും നല്ലൊരു പങ്കുണ്ട് ഇന്ന് അമേരിക്കയുമായി ആയിരിക്കുന്നതിൽ. കാരണം 70കളിലെ ഹിപ്പി സംസ്കാരം, ഡ്രഗ് സംസ്കാരം, അമിതമായ സെക്സിനോടുള്ള താല്പര്യം, ഇതിൽ നിന്നൊക്കെ മോചനം നേടാനായിട്ട് ഒരു തലമുറ അവർ ഒരു തലമുറയ്ക്ക് ഒരു അവസരം കൊടുത്തിരുന്നത് ഇസ്കോണും അതുമായി ബന്ധപ്പെട്ട ആളുകളുമായിരുന്നു. അപ്പൊ ഒരിക്കലും മറന്നു പോകാനും പാടില്ല. നമ്മുടെ മെയിൻ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന് വിസ നിരസിക്കൽ. ഒരു കൂട്ടം ആളുകൾ പറയുന്നു, നിങ്ങൾ കേരളത്തിലെ ആത്മീയ ആചാര്യായിട്ടുള്ള നമ്മുടെ അമൃതാനന്ദമയി ഇനി അമേരിക്കയിലേക്ക് വരുത്തരുത്, അവരെ ഓടിക്കണം. അതുപോലെ തന്നെ വിസ കൊടുക്കുക റിസ്കോണിന്റെ ആളുകൾക്ക് എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ. പക്ഷെ ഇത്തരത്തിലും ആളുകൾ എന്ത് ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് അസൗകര്യങ്ങളാണ് അമേരിക്ക ചെയ്തിരിക്കുന്നത്. ഒരു അസൗകര്യത്തിന് പോലും ഇല്ല. അമേരിക്ക നോക്കുന്ന ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ്? അവർക്ക് നല്ലൊരു സമൂഹത്തെ, യുവതലമുറയെ വാർത്തെടുക്കുന്നതിൽ ആരാണ് പങ്കുവഹിക്കുന്നത്? ഒരുപക്ഷെ അച്ഛന്മാരായിരിക്കാം, പാസ്റ്റർമാരായിരിക്കാം, ഇസ്കോണിന്റെ സ്വാമിമാരായിരിക്കാം, ഒരുപക്ഷെ ആരുമായിക്കോ, അവരതിന് എതിർപ്പില്ല. അതാണ് ഈ രാജ്യം നമ്പർ 1 എന്ന് പറയുന്നത്. അവരെ നന്നാക്കാൻ ആര് മുന്നോട്ട് വന്നാലും അവരതിനെ നോ പറയില്ല. ഇവിടെ അമേരിക്കയിൽ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം, നാളെ ഇവിടെ എത്ര ഓടിച്ചു വിടുക എന്ന് വിചാരിക്കാം. ഇവരെല്ലാവരും ഓടിച്ചു വിടുക, മാതാ മൃതാനന്ദമതിയായാലും ഇസ്കോണിന്റെ സ്വാമിമാരെ എല്ലാം ഓടിച്ചു വിട്ടാലും എന്ത് രാജ്യം നന്നാവോ? അതായത് നമ്മൾ ചുറ്റും നോക്കും മനസ്സിലാവുന്ന എന്താണ്, ഇവിടെ എന്നും പല സ്ഥലങ്ങളും കാലിഫോർണിയയിലും കാണാൻ സാധിക്കും, ഡ്രഗ്സ് മേടിച്ചുകൊണ്ട് ഒരു കൂട്ടം ആള് റോട്ടിൽ കിടന്ന് ഇറങ്ങുകയാണ്. അതായത് ഈ പറയുന്ന തുണി വിരിച്ച് അലക്കാൻ ഇട്ട പോലെയാണ് റോട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്, ഡ്രഗ് അടിച്ചിട്ട്, ഫെറ്റനൈൽ അടിച്ചിട്ട്. അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രശ്നം യുവജനങ്ങളെ ഫെറ്റനൈലാണ്. ഹൈസ്കൂളുകളിലും മിഡിൽ സ്കൂളുകളിലൊക്കെ കുട്ടികൾ വിൽക്കുകയാണ്, ഗുളിക പോലെ വിറ്റ് അവിടുന്ന് അഡിക്റ്റഡ് ആയി പോകുന്നത്. ഇങ്ങനൊരു തലമുറയെ മാറ്റാനായിട്ട് ഒരു കൂട്ടം ആളുകൾ സ്വയം ഇറങ്ങി വരുമ്പോൾ എന്തിന് അമേരിക്ക നോ പറയണം? അവർ പറയാം ഞങ്ങൾക്ക് ചെയ്യാൻ നേരമില്ല. അധികാരികൾ പറഞ്ഞു ഞങ്ങൾക്ക് ചെയ്യാൻ നേരമില്ല, ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ പോളിസി മേക്കിംഗ് ആണ്, പണം ഉണ്ടാക്കലാണ്, ഈ സമൂഹത്തെ വാർത്തെടുക്കുക, നന്നാക്കുക, സംഭാവന കൊടുക്കുക. ഇതൊക്കെ വല്ല സ്വാമിമാരെ ചെയ്തോട്ടെ. അങ്ങനെ അമേരിക്ക നന്നാക്കാൻ കടന്നു വരുന്ന സ്വാമിമാരെ അമേരിക്ക ഒരിക്കലും തടയുകയില്ല. റിലീജിയസ് വിസയുടെ പേരും പറഞ്ഞുകൊണ്ടെത്തും, അല്ലെങ്കിൽ വരണ്ടാന്ന് പറയില്ല. ഇതൊരു ഹിന്ദു രാജ്യമായാലും അവർക്കൊരു വിഷയമല്ല. കാരണം ഹിന്ദു സംസ്കാരം പഠിപ്പിക്കുന്നത്, സനാതന സംസ്കാരം യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്ന എന്താണ്? ആർഷഭാരതം പഠിപ്പിക്കുന്ന എന്താണ്? എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ള മാത്രം സമാധാനപരമായിട്ട് 1000 ഹിന്ദുക്കളുടെ ഇടയിൽ നമുക്ക് ജീവിക്കാം. ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള എനിക്ക് 1000 ഹിന്ദുക്കളുടെ ഇടയിൽ ജീവിക്കാം. നിങ്ങൾ ഈ പറയുന്ന ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ക്രിസ്ത്യന്മാരുടെ ഭാര്യയെ മറ്റേ ഇത് പറഞ്ഞുകൊണ്ട് ജയ ശ്രീരാം വിളിച്ചു വരുന്നുകൊണ്ട് മറ്റേ ദീപ്തി ശർമ്മയല്ല യഥാർത്ഥ ഹിന്ദു എന്ന് പറയുന്നത്. ഇന്ന് നീ മനസ്സിലാക്കുക. അതല്ല, ക്ഷമയും, അതായത് മദ്യം, മാംസം, അമിതമായ സെക്സിനോടുള്ള താല്പര്യം ഒക്കെ, ലളിതമായ ജീവിതത്തെ മുറുകെ പിടിക്കുന്ന സംസ്കാരമുണ്ട് അവരുടെ. ഈ സംസ്കാരത്തെയാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഇവരാരും അങ്ങോട്ട് കയറി ചെന്നുകൊണ്ട് ആരെയും കുത്തിരി പിടിക്കാന്ന് വരാമൊന്നുമില്ല. പിന്നെ പറഞ്ഞു വന്ന കാര്യം, അമേരിക്ക നന്നാക്കാൻ കിട്ടുന്ന അവസരം അമേരിക്ക ഒഴിവാക്കാറില്ല. ഇനി ഇന്ത്യയിലേക്ക് കടന്നു വരാം. നമ്മുടെ ബാസ്റ്റർ ഗ്രഹാം ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന് വിസ നിരസിച്ചു. ശുദ്ധ മണ്ടത്തരം. അതിനെ നമ്മൾ വിയോജിച്ചിരിക്കുന്നു. കാരണം ഫാസ്റ്റർ ഗ്രഹാം എന്ന് പറയുന്ന ആരാന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ഈ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. കാരണം എൻ്റെ ഒരു മനഃശാന്തിക്ക് വേണ്ടി ഞാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ആരാണ് ഈ പാസ്റ്റർ ഗ്രഹാം ആരാണ്, ഫ്രാങ്ക്ലിൻ ആരാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ഇതിന് ശേഷം
ഇവരാരാണ് എന്ന് ഞാൻ പഠിച്ചു. ഇത് ഞാനൊരു വ്യക്തി മാത്രമല്ല, ലക്ഷക്കണക്കിന് യുവാക്കള് കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യയിൽ സെർച്ച് ചെയ്യപ്പെട്ട പേരിൽ ഒന്നായിരുന്നു ഫ്രാങ്ക്ലിൻ ഗ്രഹാം. അതിന് കാരണമാരായിരുന്നു ഇതുപോലെ നെറികെട്ട പല നേതാക്കന്മാരും. ഞാൻ ശ്രീമാൻ നരേന്ദ്രമോദി ഒരിക്കലും കുറ്റം പറയില്ല. നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞ ഇന്ത്യയുടെ 7-8ഓളം സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും വികസനം വന്നിട്ടുണ്ടെങ്കിൽ അതൊരു കാരണക്കാരൻ നരേന്ദ്രമോദി, യാതൊരു സംശയമില്ല. പക്ഷെ അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന് പുറകിൽ കുറെ കറുത്ത കരങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അവരാണ് ഈ പറയുന്ന ഫ്രാങ്ക്ലിൻ, നമ്മുടെ ഗ്രഹാം പാസ്റ്ററുടെ വിസ നിരസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ലോകം മുഴുവൻ അറിഞ്ഞു ആരാന്ന്. ഒരു പാസ്റ്റർ ഗ്രഹാമിന്റെ വിസ നിരസിച്ചാൽ സുവിശേഷം മൂടി വെക്കപ്പെടാനാകുമോ? ശരിക്കും എന്താ ചെയ്യേണ്ടിരുന്നത്? നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ആരാരും ചെല്ലപ്പെടാതെ 70കളിലും 80കളിലും മലേറിയയും കോളറയും വന്ന് ജനങ്ങൾ മരിച്ചപ്പോഴും ആർക്കും അങ്ങോട്ട് കയറി ചെല്ലണ്ട, വികസനമില്ല, വിദ്യാഭ്യാസമില്ല. ഇന്ന് ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം മിസോറവും മണിപ്പൂരാണ് കേരളം കഴിഞ്ഞാൽ ലിറ്ററസിൽ ഏറ്റവും മുന്നോട്ടുള്ള സംസ്ഥാനം. എന്തുകൊണ്ടാണെന്നറിയാവോ? കാരണം മിഷണറിമാരുടെ സംഭാവനയാണ്. 70കളിലും 80കളിലും ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലേക്കും അതുപോലെ ഹാർവർഡിലേക്കും ഇവിടുന്ന് മിഷണറിമാരാണ് കൊണ്ടുപോയിരുന്ന ഡോക്ടർമാരെ. അവർ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് പണിയെടുപ്പിച്ച് രോഗങ്ങൾ മാറ്റി. സാം ഹിഗിംബോട്ടം എന്ന അഗ്രികൾച്ചർ രംഗത്ത് ഇന്ത്യ എന്തെങ്കിലും സംഭാവന ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പഠിക്കുക. അലഹബാദ് യൂണിവേഴ്സിറ്റി, അലഹബാദിലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, ഇന്ന് പറയാം, അലഹബാദിന്റെ പേരൊക്കെ മാറ്റിയെന്ന്. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എന്തെങ്കിലും ഒരു തുടക്കം ഉണ്ടായിട്ടുള്ളൂ. റൂറൽ ഇന്ത്യ, അതായത് ഗ്രാമ ഇന്ത്യയുടെ വികസനം വന്നിരിക്കുന്ന അലഹബാദിനായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ തുടക്കം ഒരു മിഷണറി ആയിട്ടുള്ള സാം ആയിരുന്നു. അതുകൊണ്ട് സമൂഹത്തിന് ഗുണം കിട്ടുന്നവരുടെ നിറം നോക്കാതെയും ജാതി നോക്കാതെയും കളറ് നോക്കാതെയും വിളിച്ചു വരുത്തിയാൽ ആ രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ മൂടി വെക്കപ്പെടാനുള്ളതല്ല. 100,000-ഓളം യുവജനങ്ങളാണ് എവിടെ വന്നിരുന്നത്? നാഗാലാൻഡിൽ വന്നിരുന്നത്. ആ ഒരു സ്റ്റേഡിയത്തിൽ വേടന്റെ പാട്ട് വേണം നമ്മുടെ നാട്ടിലൊക്കെ സ്റ്റേഡിയം നിറയണമെങ്കിൽ. പക്ഷേ നാഗാലാൻഡിലെ സ്റ്റേഡിയം നിറയണമെങ്കിൽ വേടനും ചാടനൊന്നും വേണ്ട, അവിടെ സംഗീതം മതി. ആരാന്ന് എനിക്ക് പോലും അറിയില്ല, ഞാൻ പോലും സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. അപ്പോൾ ഒരു റിവൈവലാണ് അവിടെ ആരംഭിക്കുന്നത്. ഈ റിവൈവൽ യുവാക്കളുടെ, അതായത് സമൂഹത്തിന് ഗുണമുള്ള യുവാക്കളെ വാർത്തെടുക്കാനായിട്ട്, അതൊരു പക്ഷെ സ്വാമിക്കാവാം, അച്ഛനാവാം, ഇമാമനോ ആരോ ആയിക്കോട്ടെ, അവരെ തടസ്സപ്പെടുത്തിയാൽ ഒരു സമൂഹം പുറകോട്ടാണ് പോകുന്നത്, യുവജനത പുറകോട്ടാണ് പോകുന്നത്. അവിടെയാണ് അമേരിക്കയുടെ വിജയം എന്ന് പറയുന്നത്. ഈ പറയുന്ന ഇസ്കോൺ അമ്പലങ്ങളിലും ആശ്രമങ്ങളിലും പോയി ഇറങ്ങുന്ന എന്തോരം യുവജനങ്ങളിൽ പല കമ്പനികളിലും ജോലിയെടുത്ത് മിടുക്കന്മാരായി പോയിട്ടുണ്ട്. കാരണം സനാതന ധർമ്മം അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാവിധ മദ്യത്തോടും മാംസത്തോടും മയക്കുമരുന്നത്തോടും വിട പറയുന്ന ഒരു സംസ്കാരത്തെ വാർത്തെടുക്കുന്നത് ഇസ്കോണിന് ഒരുപാട് പങ്കുണ്ട്. മത്സരിക്കുക. അതുകൊണ്ടാണ് അമേരിക്കയിൽ സ്വാമിമാരെ അടിച്ചോടിക്കാത്തെ. മനസ്സിലാവുന്നുണ്ടോ? അതല്ലാതെ വേറെ കാരണങ്ങളൊന്നും അല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്കാരം അല്ലെങ്കിൽ യുവജനങ്ങളെ വാർത്തെടുക്കാൻ വരുന്ന പാസ്റ്റർമാർ അടിച്ചോടിച്ചാൽ ഇനിയും 10-15 വർഷം പുറകിലോട്ടായിരിക്കും പോകുന്നത്. നിങ്ങൾ ചിന്തിക്കണം, എന്തൊക്കെ സംഭാവനകളാണ് മിഷണറിമാര് ഇന്ത്യക്ക് കൊടുത്തതെന്ന്. നിങ്ങളെ തിരസ്കരിച്ചുകൊണ്ട്, തിരസ്കരിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ വീണ്ടും പറഞ്ഞു, യു വിൽ ഹാവ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞാല് നാട്ടിൽ നിന്ന് കഴിവും കരുത്തുമുള്ള യുവജനങ്ങൾ ഫ്ലൈറ്റ് കയറി പോകും എവിടെയാണോ അവരുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുന്നത്.